ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് വേദയുടെ ഡോക്ടർ വന്നിട്ട് ഹസ്ബൻഡ് എവിടെ? വേദ പറയും ഇപ്പൊ വരും. ഓ, രണ്ടുപേരോടായിട്ട് പറയേണ്ടതാണ്, എങ്കിലും സസ്പെൻസ് വെക്കുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്, വേദ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ വേദ ആകെ ഷോക്കായി പോകും. എന്നാൽ ഭയങ്കര സന്തോഷത്തിലുമാണ് കേട്ടോ. വയറിലൊക്കെ കൈവച്ചിട്ട് വേദ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. എന്നാൽ പെട്ടെന്ന് ഉള്ളിലൊരു പേടി വരും. ആ പേടി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും കാര്യം ആലോചിച്ചിട്ടാണ് വേദയ്ക്ക് പേടി. അങ്ങനെ പിന്നീട് കാണിക്കുന്ന പ്രൊമോയിലുള്ളത് വിക്രമിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവര് നോക്കുമ്പോൾ ചന്ദ്രശേഖരനെ വെടിവെച്ചത് വിക്രമായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ട് തന്നെ അവരിപ്പോ പോലീസുകാരെല്ലാവരും കൂടെ വിക്രമിനെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കോടതിയിൽ ഹാജരാക്കാൻ കേട്ടോ. ഫസ്റ്റ് വിക്രം ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് ആകെ പിടിയും വലിയാണ്. വിഷുവും മാഷും ശങ്കരനാരായണനും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. എന്നാൽ വേദ മാത്രം മറഞ്ഞു നിൽക്കുകയാണ്. വേദ അവരുടെ മുന്നിലേക്ക് പോകുന്നില്ല. വേദ ഇങ്ങനെ സാരി കൊണ്ട് മുഖമൊക്കെ മറിച്ചൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് വേദയുടെ പേടി. അങ്ങനെ വിക്രമാണെങ്കിൽ വേദ എവിടെയാണെന്ന് പോലും അറിയാതെ ആകെ സങ്കടത്തിലാണ്. അങ്ങനെ വേദയെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കും വേദയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെ വിക്രം നല്ല പേടിയിലാണ്. വിക്രമിനെ വേദ ഈ ഒരു അവസരത്തിൽ കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ വേദയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എങ്കിലും വേദ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഈ കുഞ്ഞ് ഈ ഭൂമിയിൽ തന്നെ ജനിക്കും, ഒരാൾക്കും ഞാൻ ഇതിനെ വിട്ടുകൊടുക്കില്ല. മുത്തശ്ശൻ വിധിച്ചിട്ടുള്ള എല്ലാ അവകാശങ്ങളും ആ കുഞ്ഞ് തന്നെ നേടും എന്ന് പറഞ്ഞ് ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവരുടെ മുന്നിലേക്ക് പോവാതെ വേദ അവിടെ മറിഞ്ഞു നിൽക്കുന്നത്. ശേഷം വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. ശങ്കരനാരായണന് വരെ. ശങ്കരനാരായണൻ വിക്രമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ പത്മത്തിനും കമലയ്ക്കും മാഷിനൊക്കെ കുറച്ചൊരു ആശ്വാസമുണ്ട്. വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിലും വിക്രം കുറച്ച് കാലത്തേക്ക് ശിക്ഷ വാങ്ങിച്ചാൽ മതിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്